guys, welcome back to another episode of collegemunshi.com. അപ്പോൾ നമ്മുടെ തമിഴ്നാട് മെഡിക്കൽ സെലക്ഷൻ 2025 കൗൺസിലിംഗിന്റെ അപ്ലിക്കേഷൻസ് ജൂൺ 6 ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തമിഴ്നാട് പോയിട്ട് പഠിക്കാൻ ഇരിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്, അതിപ്പോൾ BDS ആയിക്കോട്ടെ MBBS ആയിക്കോട്ടെ ഏത് കോഴ്സ് ആണെങ്കിലും തമിഴ്നാട് ചെന്ന് പഠിക്കാൻ ഇരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു TN ഹെൽത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.tnmedicalselection.org ആണ്. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിത് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കേണ്ടത്, അതേപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നോക്കാം. അതേപോലെ തന്നെ ഈ ഒരു അപ്ലിക്കേഷൻ സ്റ്റാർട്ടായ എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ അവർ ഇട്ടപ്പോൾ അവർ മെയിൻ ആയിട്ട് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡോക്യുമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടേത് തന്നെ ആയിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെന്റ്സ് തന്നെ വേണം സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ തമിഴ്നാട് പോയിട്ട് നിങ്ങൾക്ക് MBBS BDS കോഴ്സുകൾ പഠിക്കാതിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ട് എന്തായാലും നിങ്ങൾ അതിൽ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ കുറേ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ പ്രൈവറ്റ് അതേപോലെ തന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിൽ സെൽഫ് ഫിനാൻസിങ് കോളേജസിലൊക്കെ MBBS BDS അഡ്മിഷൻസ് ആണ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് സീറ്റ്സ്, തമിഴ്നാട്ടിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ സീറ്റ്സ് എല്ലാം തന്നെ അവിടുത്തെ സ്റ്റുഡൻസിന് റിസർവ്ഡ് ആയിരിക്കും. നമുക്ക് ബാക്കിയുള്ള കേരള അതേപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റേറ്റിലെ സ്റ്റുഡൻസിന് കിട്ടുന്ന റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന സീറ്റ്സ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ മാനേജ്മെന്റ് സീറ്റുകളായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഗവൺമെന്റ് കോട്ടയിൽ തന്നെ ഓൾ ഇന്ത്യ ഗവൺമെന്റ് സീറ്റ്സിൽ തന്നെ ഓൾ ഇന്ത്യ റിസർവ്ഡ് ആയിട്ടുള്ള കുറച്ച് സീറ്റ്സ് വരും. അതിലോട്ടും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ആ ഒരു 50% സീറ്റ്സിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു TN ഹെൽത്തിൽ പോയിട്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ MCCന്റെ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റീന്റെ അപ്ലിക്കേഷൻ വരുമ്പോൾ മാത്രം അപ്ലൈ ചെയ്യാം. ഈ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജസിലൊക്കെ മാനേജ്മെന്റ് സീറ്റിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള അപ്ലിക്കേഷൻ ആണ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഓൺലൈനായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെന്റ് സീറ്റിലും അതേപോലെ തന്നെ മാനേജ്മെന്റ് കോട്ട സീറ്റ്സിനും സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ MBBS ആണെങ്കിലും BDS, ഇപ്പോൾ കുറച്ച് സ്റ്റുഡൻസ് MBBSന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. ചിലപ്പോൾ ആ സ്റ്റുഡൻസിന് തന്നെ BDSന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു രണ്ട് കോഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് രണ്ടും അറ്റ് എ ടൈം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സെപ്പറേറ്റ് അപ്ലിക്കേഷൻ വേണ്ടത് ഗവൺമെന്റിലും മാനേജ്മെന്റ് കോട്ട സീറ്റ്സിലും അപ്ലൈ ചെയ്യുന്നവർക്കാണ്. അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൽ വേണ്ടിയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും PDF ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഈ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ആക്ച്വൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് തന്നെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ അപ്ലിക്കേഷൻ ഫീ അതേപോലെ തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കാര്യങ്ങളെല്ലാം പേ ചെയ്തതിന് ശേഷം നമ്മുടെ അപ്ലിക്കേഷൻ പ്രോസസ്സ് സബ്മിറ്റ് ആയി നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ മെറിറ്റ് ലിസ്റ്റ് അതേപോലെ തന്നെ കൗൺസിലിംഗ് ഷെഡ്യൂൾ കാര്യങ്ങൾക്കൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റ്സ് ഉണ്ടോ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മെറിറ്റ് ലിസ്റ്റ് വന്നതിന് ശേഷം നമുക്ക് ഓൺലൈൻ ചോയ്സ് ഫില്ലിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതായത് നമുക്ക് ഏതൊക്കെ കോളേജസിലാണ് അഡ്മിഷൻ വേണ്ടത്, നമ്മൾ ഏതൊക്കെ കോളേജസ് ആണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചൂസ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് സീറ്റ് അലൗട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്യൂഷൻ ഫീ കൊടുക്കുക, അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യുക, ഒറിജിനൽ ഡോക്യുമെന്റ്സ് കയ്യിൽ വെച്ചിട്ട് കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാം. ഇതാണ് ഈ ഒരു TN മെഡിക്കൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ TN നമ്മൾ തമിഴ്നാട് പോയിട്ട് MBBS BDS കോഴ്സുകൾ പഠിക്കുമ്പോഴുള്ള അപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലെ ഫീസ് കാര്യങ്ങൾ അതേപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. അതേപോലെ തന്നെ CMC വെല്ലൂർ കോളേജിൽ പഠിക്കാതിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കോളേജിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു TN ഹെൽത്തിന്റെ മെഡിക്കൽ സെലക്ഷൻ കൗൺസിലിംഗിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു CMC വെല്ലൂർ കോളേജിന്റെ സീറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭയങ്കരമായിട്ട് ലോ ഫീസാണ്. അതായത് 56K മാത്രമാണ് നമ്മൾ ആനുവലി പേ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അത്രയും കുറഞ്ഞ ഫീസിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് ഈ ഒരു കോളേജിൽ പഠിക്കാതിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഈ TN ഹെൽത്തിൽ കയറിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. പിന്നെ നമ്മൾ അഡ്മിഷന്റെ ടൈമിൽ നമ്മൾ 84K ആണ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം നമുക്കറിയാം അഡ്മിഷന്റെ ടൈമിൽ എക്സ്ട്രാ ഫസ്റ്റ് ഇയറിലാവുമ്പോൾ എക്സ്ട്രാ ഫീസ് കാര്യങ്ങളെല്ലാം വരും. നമ്മുടെ തമിഴ്നാട്ടിൽ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് സീറ്റ്സിൽ നമ്മൾ കേരളയിലുള്ള സ്റ്റുഡൻസ് അതേപോലെ ബാക്കി സ്റ്റേറ്റിൽ നിന്നുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ആകെ ഉള്ളത് മാനേജ്മെന്റ് സീറ്റുകളായിരിക്കും. അതേപോലെ തന്നെ NRI സീറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഈ മാനേജ്മെന്റ് സീറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ തമിഴ്നാട്ടിൽ 26 സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളാണ് ഉള്ളത്. അപ്പോൾ മാനേജ്മെന്റ് സീറ്റിൽ നമ്മൾ ഓരോ വർഷവും ഇവിടെ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് 13.5 lakh ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ നമുക്കറിയാം അഡീഷണൽ കുറച്ച് ഫീസ് കൂടി നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അത് മൊത്തത്തിൽ
മൊത്തത്തിൽ വരുന്ന ഫസ്റ്റ് ഇയറിൽ മാത്രം നമ്മൾ മാനേജ്മെന്റ് സീറ്റ് എടുക്കുന്ന ഒരു സ്റ്റുഡന്റ് അടയ്ക്കേണ്ടത് 17.5 lakh ആണ്. കാരണം 13.5 lakhന്റെ ഒപ്പം ഒരു 4 lakh അഡീഷണൽ എമൗണ്ട് ആയിട്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ മാനേജ്മെന്റ് സീറ്റ് തമിഴ്നാട് പോയി എടുക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ നിങ്ങൾ ഒരു 17.5 lakhും പിന്നെ ബാക്കിയുള്ള റെസ്റ്റ് ഇയേഴ്സ് നിങ്ങൾ 13.5 lakhും ആണ് അടയ്ക്കേണ്ടതായിട്ട് വരിക. ഇനി NRI കോട്ട നോക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് 24.5 lakh പെർ ഇയർ ആയിരിക്കും എമൗണ്ട് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു NRI കോട്ട സീറ്റ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അവർ 24.5 lakh പെർ ഇയറിലായിരിക്കും അവർ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പൊ ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിന്റെ ലാസ്റ്റ് ടൈം ആകുമ്പോൾ ഈ ഒരു NRI കോട്ട സീറ്റ്സ് വേക്കന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ NRI ലാബ് സീറ്റ്സ് വരും. അതായത് NRI കോട്ട സീറ്റ്സ് തന്നെ നമുക്ക് കുറഞ്ഞ ചെലവിൽ എടുക്കാനായിട്ട് പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞു NRI സീറ്റ്സ് 24.5 lakh പെർ ഇയർ ആണെങ്കിൽ ഇത് 21.5 lakhന് അവർ കൊടുക്കുന്നതാണ്. 21.5 lakh to 24-25 lakh വരെ ആയിരിക്കും അതിൻ്റെ ഒരു റേഞ്ച് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഒരു NRI സീറ്റ്സ് എടുക്കാനായിട്ട് പറ്റും. അത് മാനേജ്മെന്റ് കോട്ടയിലായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ ഗവൺമെന്റ് സീറ്റ്സിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് നമുക്ക് എലിജിബിൾ അല്ല. കാരണം തമിഴ്നാട് സ്റ്റുഡൻസിന് മാത്രമാണ് എലിജിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 500 ആണ് ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് കൊടുക്കേണ്ടത്. ബാക്കി വരുന്ന എല്ലാ മാനേജ്മെന്റ് കോട്ട ആയിക്കോട്ടെ NRI കോട്ട ആയിക്കോട്ടെ ഇവരെല്ലാം കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 1000 ആയിരിക്കും. 1000 ആപ്ലിക്കേഷൻ ഫീസ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരാം. പിന്നെ അതേപോലെ തന്നെ അലോട്ട്മെന്റിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അപ്ലിക്കേഷൻ ഫീസ് 1000 ആണ്. അലോട്ട്മെന്റിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 lakh പിന്നെയും അഡീഷണൽ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു 1 lakh നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, പിന്നെ തേർഡ് അലോട്ട്മെന്റ്, പിന്നെ അതേപോലെ തന്നെ സ്ട്രേ വാക്കൻസി ഈ ഒരു റൗണ്ടിലെല്ലാം തന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ ഈ ഒരു 1 lakh നമുക്ക് തിരിച്ച് റീഫണ്ട് ആയിട്ട് വരും. അപ്പം നമ്മൾ ഈ ഒരു അഡ്മിഷൻ ടൈമിൽ അല്ലെങ്കിൽ അപ്ലിക്കേഷന്റെ ടൈമിൽ നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. കാരണം ഏതൊരു അക്കൗണ്ടിൽ നിന്നാണോ നമ്മൾ പൈസ അടച്ചിട്ടുള്ള ആ അക്കൗണ്ടിലേക്കായിരിക്കും റീഫണ്ട് കാര്യങ്ങളെല്ലാം വരാൻ പോകുന്നത്. ഇനി നമുക്ക് അലോട്ട്മെന്റ് കിട്ടി, അഡ്മിഷൻ കിട്ടി, നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫീസിൽ നിന്ന് ഈ ഒരു എമൗണ്ട് ഡിഡക്റ്റ് ആവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഗവൺമെന്റ് സീറ്റ്സിൽ എലിജിബിൾ ആയിട്ടുള്ള തമിഴ്നാട്ടിലെ നേറ്റീവ് സ്റ്റുഡൻസിനാണ്. അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ അവർ തമിഴ്നാട് സ്റ്റുഡൻസ് ആയിരിക്കണം. അതായത് തമിഴ്നാട് നേറ്റീവ് ആയിരിക്കണം. അവരുടെ അച്ഛൻ അമ്മ എല്ലാവരും തമിഴ്നാട്ടിൽ ഒറിജിൻ ജീവിച്ച് നിൽക്കുന്ന ആളുകളായിരിക്കണം. അതേപോലെ തന്നെ ഈ കുട്ടിയും തമിഴ്നാട്ടിൽ തന്നെ ഉള്ളൊരു കുട്ടിയായിരിക്കണം. ഇനി അതേപോലെ തന്നെ ഈ തമിഴ്നാട്ടിലല്ല, നേറ്റീവ് തമിഴ്നാട്ടിലല്ല, അപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവര് പക്ഷെ തമിഴ്നാട്ടിൽ 6 മുതൽ 12ാം ക്ലാസ് വരെ അവരവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവരും ഈ ഒരു തമിഴ്നാട് ഗവൺമെന്റ് കോളേജ് സീറ്റ്സിന് എലിജിബിൾ ആയിരിക്കും. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ നേറ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് പക്ഷെ അവർ പഠിച്ചത് വേറെ, അല്ലെങ്കിൽ 6 മുതൽ 12ാം ക്ലാസ് വരെ പഠിച്ചത് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലാണെങ്കിലും അവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ തമിഴ്നാട് നേറ്റീവ്സിന് അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ 6 മുതൽ 12ാം ക്ലാസ് വരെ ഒരു തമിഴ്നാട്ടിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും അവർക്ക് തമിഴ്നാട് എലിജിബിലിറ്റി കിട്ടുക. അതായത് ഗവൺമെന്റ് സീറ്റ്സിന് അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റാം. അപ്പോൾ നമ്മൾ ഈ ഒരു തമിഴ്നാട് ഗവൺമെന്റ് സീറ്റ്സിന് എലിജിബിൾ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു 6th to 12th സ്റ്റാൻഡേർഡ് വരെയുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു മാനേജ്മെന്റ് കോട്ടയിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് മൈനോറിറ്റി കോട്ട, NRI കോട്ട ഇതിലെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മാനേജ്മെന്റ് കോട്ട എന്ന് പറയുന്നത് കോളേജസ് എന്ന് പറയുകയാണെങ്കിൽ സെൽഫ് ഫിനാൻസിങ്, മെഡിക്കൽ, ഡെന്റൽ കോളേജസ് എല്ലാം ഈ ഒരു മാനേജ്മെന്റ് കോട്ടയിലാണ് പെടുന്നത്. അതേപോലെ തന്നെ അവിടുത്തെ 35% സീറ്റ്സും നമ്മൾ മാനേജ്മെന്റ് കോട്ടയ്ക്ക് റിസർവ്ഡ് ആയിരിക്കും. നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏതൊരു കാൻഡിഡേറ്റ്സിനും, അതായത് ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിലും അവർക്ക് ഈ ഒരു മാനേജ്മെന്റ് കോട്ട സീറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി മൈനോറിറ്റി കോട്ട കോളേജസ് ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ലാംഗ്വേജ് മൈനോറിറ്റി, അതേപോലെ തന്നെ റിലീജിയൻ മൈനോറിറ്റി, അങ്ങനെ കുറേ മൈനോറിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ കറക്റ്റ് ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം നേറ്റിവിറ്റി ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ട് അതെല്ലാം കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യണം. ഒറിജിനൽ ഡോക്യുമെന്റ്സിന് അപ്ലോഡ് ചെയ്യണം. ഇനി NRI കോട്ടയാണെങ്കിൽ നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജസിലെ 50% സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു NRI കോട്ടയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ NRI ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ OCIs ഇന്ത്യൻ ഒറിജിൻ വിത്ത് NRI സ്പോൺസേഴ്സ്. അതായത് ഇന്ത്യൻ ഒറിജിൻ വിത്ത് NRI സ്പോൺസേഴ്സ് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ആരെങ്കിലും നമ്മുടെ ബ്ലഡ് റിലേഷനിലുള്ള ഏതെങ്കിലും ഒരു സ്പോൺസർ നമുക്ക് അബ്രോഡ് ഉണ്ടെങ്കിൽ നമുക്ക് NRI കോട്ട സീറ്റ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മാനേജ്മെന്റ്
മാനേജ്മെന്റ് കോട്ട, NRI ലാബ്സ്ഡ്, ക്രിസ്ത്യൻ കോളേജ്, അതായത് മൈനോറിറ്റി കോട്ട സീറ്റ്സിനെല്ലാം തന്നെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 1000 ആണ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് വരുന്നത് 1 lakh ആണ്. പിന്നെ ട്യൂഷൻ ഫീസ് എന്ന് പറയുകയാണെങ്കിൽ മാനേജ്മെന്റ് കോട്ട നമ്മൾ നേരത്തെ പറഞ്ഞു 13.5 lakh to 16.2 lakh വരെയൊക്കെ അത് വേരി ചെയ്യാനായിട്ട് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ NRI സീറ്റ്സ് ആണെങ്കിൽ അത് 24.5 lakh to 29.4 lakh വരെ വരാം. NRI ലാബ്സ്ഡ് സീറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് NRI ലാബ്സ്ഡ് സീറ്റ്സ് എന്നുള്ളത്. അതിനാണെങ്കിൽ 21.5 lakh to 25.8 lakh വരെ വരാവുന്നതാണ്. പിന്നെ മൈനോറിറ്റി കോളേജസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CMC വെല്ലൂർ കോളേജ്, അങ്ങനത്തെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഈ ഒരു കോളേജിൽ പറ്റും. ആ ഒരു സീറ്റ്സ് എന്ന് പറയുന്നത് 56,000 and 56K ഒക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ പഠിക്കാനായിട്ടുള്ള എമൗണ്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇനി അലോട്ട്മെന്റ് പ്രോസസ്സ്, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ ടൈമിൽ നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ വേണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാനുള്ളത്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോന്റെ പാർട്ട് 2 ആയിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യുക.